നെൽസൺ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ വിടുന്ന ചിത്രമാണല്ലോ ജയിലർ. ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ പ്രൊമോ നാളെ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിൻ്റെ പ്രൊമോയുടെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. 4 മിനിറ്റും 30 സെക്കൻഡുമാണ് ഡ്യൂറേഷനായി പറഞ്ഞിരിക്കുന്നത്. ആഷിഖ് അബു സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് റൈഫിൾ ക്ലബ്. വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, ഹനുമാൻ കൈൻഡ് എന്നിവരെല്ലാം സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിൻ്റെ OTT റിലീസിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 16 വ്യാഴാഴ്ച ചിത്രത്തിൻ്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി ഉണ്ടായിരിക്കുന്നതാണ്. ആസിഫ് അലിയെ നായകനാക്കി അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ് എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ സസ്പെൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണല്ലോ രേഖാചിത്രം. ചിത്രത്തിൻ്റെ 4ാം ദിവസമായ ഞായറാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തൊട്ടുമുമ്പുള്ള ദിവസങ്ങളെക്കാളും കൂടുതൽ കളക്ഷൻ സിനിമയ്ക്ക് ഞായറാഴ്ച നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. 3.75 കോടി രൂപയാണ് സിനിമ ഞായറാഴ്ച ദിവസം നേടിയ കളക്ഷൻ. ഇതോടുകൂടി സിനിമയുടെ ആകെ കളക്ഷൻ 11.15 കോടിയായി. ആസിഫ് അലിയുടെ കരിയറിലെ അടുത്ത ഹിറ്റ് സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേഖാചിത്രം.